ബഹുമാനികൾ, വിരിച്ച കഫംപുടയിൽ മയ്യത്തിനെ മലർത്തിക്കിടത്തി വയൂളഉൽ മയ്യിത്ത് ഫൗഖഹ ഐ ലഫായിഫി ബിരിഫ്ഖി, വളരെ മയത്തോടുകൂടെ നമ്മളെ കട്ടിലയിൽ വിരിച്ച ആ കഫംപുടകളുടെ മേലെ ഓരോ കഫംപുടകളും കാഫൂർ ഹനൂത്ത് കൊണ്ട് സുഗന്ധം ഉണ്ടാക്കി അതിൻ്റെ മേലെ മയ്യത്തിനെ വളർത്തിക്കിടത്തി. വഹൽ തജഅലി യദാഹു അലാ സ്വദ്രിഹിൽ യുംന അലൽ യുസ്ര ഔ യുർസിലാനി ഫി ജംബിഹി, കൈ നിസ്കരിക്കാൻ കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടണോ അതോ ഇങ്ങനെ താഴ്ത്തിയിടണോ? അതിന് ഏതും ആവാം, പ്രത്യേക നക്കലൊന്നുമില്ല. എന്നാലും താഴ്ത്തിയിടലാണ് നല്ലത്. ഇർസാൽ എന്നാൽ പിന്നെ ഖബറിൽ വെക്കുമ്പോഴൊക്കെ മറ്റേതിങ്ങനെ വെച്ചാൽ അവനെ ഉറച്ചുക്കുവേ. അപ്പോൾ ഖബറിൽ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ എന്താവും, ഇതിങ്ങനെ ഇങ്ങനെ ഒരു അടങ്ങേറേക്കാറ്. അപ്പോൾ ഇർസാൽ ആയിക്കോട്ടെ, ഏറ്റവും നല്ലതാണ്. ഏതും ആവാട്ടോ. ഇനി ഇങ്ങനെ കെട്ടിയത് കൊണ്ട് എന്ത് ചെയ്യണ്ട, ആരെങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ ചോദിക്കാൻ പോണ്ട. അതും പറ്റും ഇതും പറ്റും. ഇതായിക്കോട്ടെ നല്ലത്. രണ്ട് സൈഡിനായിട്ട് താഴ്ത്തിയിടുക. ഇനി പഞ്ഞി വെക്കണം. എവിടെയൊക്കെയാണ് പഞ്ഞി വെക്കണോ? വയുജഅലു അലാ മനാഫിദി ബദനിഹി, ശരീരത്തിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട്, മൻഫദുകൾ. അത് ജന്മനാലുള്ള മൻഫദുകൾ ഉണ്ടാവും, ചിലപ്പോൾ മുറിവുണ്ടായിട്ട് പുതിയ പുതിയ ഓട്ടകളൊക്കെ ഉണ്ടായിണ്ടാവും. എല്ലായിടത്തും വെക്കണം പഞ്ഞി. മിൻ ഉദനൈഹി, രണ്ട് ചെവിയിൽ വെക്കണം. വ മിൻഖറൈഹി, രണ്ട് മൂക്കിൽ വെക്കണം. വ ഐനൈഹി, രണ്ട് കണ്ണിൽ വെക്കണം. പിന്നെ വ അലാ അഅ്ദാഇ സുജൂദിഹി, സുജൂദ് ചെയ്യുമ്പോൾ വെക്കേണ്ടുന്ന എല്ലാ അവയവങ്ങളിലും വെക്കണം. സുജൂദ് ചെയ്യുമ്പോൾ വെക്കണ അവയവങ്ങൾ ഏതൊക്കെയാ? നെറ്റി വെക്കണം. പിന്നെ രണ്ട് കൈയിൻ്റെ ഉൾഭാഗം, ഉള്ളം കൈകൾ, ആ രണ്ട് കൈകളിലും വെക്കണം. പിന്നെ മുട്ടുംകാൽ സുജൂദ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലം, രണ്ട് മുട്ടുംകാലിൽ വെക്കണം. പിന്നെ കാൽപാദങ്ങളിലെ വിരലുകൾ, വിരലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വെക്കണം. പിന്നെ മൂക്കുമ്മലും വെക്കണം. മൂക്ക് സുജൂദിൽ വെക്കൽ സുന്നത്തുള്ള സ്ഥലം, നിർബന്ധമല്ല. മൂക്കും കൂടിയും വെക്കുമ്പോഴേ ആ സുജൂദ് പൂർണ്ണമാവുള്ളൂ. അപ്പം മൂക്കുമ്മലും വെക്കണം. അപ്പം ഇങ്ങനെ വെച്ചാൽ നെറ്റുമെന്ന് ഇങ്ങനെ വെക്കുക. പഞ്ഞി വെക്കണം എല്ലായിടത്തും. ആ പഞ്ഞിയിലൊക്കെ സുഗന്ധം പൂശണം. ഹനൂത്ത്, കാഫൂർ ഒക്കെ പുകയിപ്പിച്ചതൊക്കെ എടുത്തിട്ട് എല്ലായിടത്തും വെക്കുക. ഇനി നമ്മുടെ മുന്തുവാരത്തും പിന്തുവാരത്തും വെച്ച ആ പഞ്ഞി ഉണ്ടല്ലോ, ആ പഞ്ഞി ഇങ്ങോട്ട് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലങ്കോട്ടി എന്ന സാധനമല്ലേ, ലങ്കോട്ടി, അത് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ വാങ്ങുന്ന കഫംപുടയിൽ നിന്നൊരു കഷ്ണം എടുത്ത് അത് ലങ്കോട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാം, ചെറിയൊരു പീസ്. അപ്പോൾ മുന്തുവാറും പിന്തുവാറും ദമ്മായിട്ട് അടഞ്ഞാണ് കിടക്കും. അല്ലെങ്കിൽ ബെൽറ്റ് പോലെ കെട്ടുക, ഒരു ശീലകഷ്ണം എടുത്തിട്ട് പള്ളമ്പക്കൂടെ കെട്ടുക. എന്നിട്ട് ഒരു തല പുക്കുളുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടിയിൽ കൂടെ എടുത്തിട്ട് മറ്റേ തല ബാക്ക് കൂടെ കൊടുത്തിട്ട് മറ്റേ കോണം കെട്ടും പോലെ അങ്ങനെ കെട്ടുക. അപ്പോൾ ഫിറ്റായി കിടക്കും അവിടെ. അപ്പോൾ എല്ലാം പഞ്ഞിയൊക്കെ വെച്ച് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പൊതിയാൻ പോവാണ്. പൊതിയാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇവിടുന്ന് അങ്ങോട്ടാണോ അവിടുന്ന് ഇങ്ങോട്ടാണോ, ഇടത്തോട്ടുനിന്ന് വലത്തോട്ടേക്കാണോ വലത്തോട്ടുനിന്ന് ഇടത്തോട്ടേക്കാണോ ചോദിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകും ഒരു സംസാരങ്ങൾ. ചിലവർ പറയും വലത്തോട്ടുനിന്ന് ഇടത്തോട്ടേക്കാറ്, ചിലവർ ഇടത്തോട്ടുനിന്ന് വലത്തോട്ടേക്കാറ്. എങ്ങനെയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് വിട്ടന്നു. എല്ലാവരും ഇങ്ങനെ പല അഭിപ്രായം പറയും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തുണി എടുക്കൽ അങ്ങനെയാണ്.
ജീവിച്ചിരിക്കുമ്പോൾ തുണിയെടുക്കാൻ എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇടത്തുനിന്ന് വലത്തോട്ട് മടക്കുക ആദ്യത്തെ തുണി. നിങ്ങളൊക്കെ ഒന്ന് തുണി എടുത്തില്ലേ? അപ്പൊ ഇടത്തുനിന്ന് വലത്തോട്ടാണോ നോക്കുക? എന്റെ തലയെ കിട്ടൂല. ഇടത്തുനിന്ന് വലത്തോട്ടാണോ? ഇതിന്റെ ഇടതുഭാഗ ഇടത്തെ കൈ ഇടത്തുനിന്ന് ഇതാ ഇതിന്റെ വലത്തെ കൈ ഭാഗത്തേക്ക് മടക്കി ഇങ്ങനെ തുണി എടുക്കാതെ നിൽക്കണോരൊക്കെ മരിച്ചാലും എന്താവും? നിങ്ങളെ തുണി എടുക്കാൻ ഞങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ ഇതാരെ തുണി എടുക്കാ? ജൂതന്മാരെ തുണി എടുക്കലാ. കാഫിര്യങ്ങളൊക്കെ പോയി നോക്കുന്നുണ്ട്. ഓല് ഇങ്ങനെ എടുക്കാം. ആദ്യം ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് എടുക്കും. ഇത് രസമല്ല. ഇത് കണ്ടോലൊക്കെ ഞാൻ അയപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് ബർക്കത്തിനൊക്കെ കുറച്ച് ആൾക്കാർ. ബർക്കത്തിന് കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച ഞാൻ മാറ്റിയെടുപ്പിച്ചു. ഈ ആഴ്ച തന്നെ ഞാൻ മാറ്റിയെടുപ്പിച്ചു. ഞാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കാമീൻ പറഞ്ഞാണ്. ആമീൻ. അത് ഇനി മരിച്ചാൽ എന്താകുക? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മേലെ കൂടെ ചുറ്റിത്തരാൻ വേറെ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ സുന്നത്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഈ ക്ലാസ് ആകാൻ നിൽക്കുകയെന്ന് ഞാനത് പറയാൻ. പണ്ടൊരു യൂസുഫാക്ക ഉണ്ടായിരുന്നു. അയാൾ ഇത് കേട്ടേക്കിന് പിന്നെ പിറ്റേ ദിവസം റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കയ്യൂലാർ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കയ്യൂല എന്ന് പറയുകയാണെങ്കിൽ കയ്പ്പിക്കണ കോലം വേറെ ഉണ്ട്. ഒരു ചരടെടുത്തോണ്ടിരിക്കാറുണ്ട്. നല്ലൊരു ചരടെടുത്തോടുന്നു മുറുക്കിയാണ് കെട്ടിക്കൊടുത്തു. പിന്നെ മൂപ്പര് 2-3 ദിവസം കഴിഞ്ഞേക്കിന് ചരടായി ഉഷാറായി ഉസ്താദേ റെഡി ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ശരിയാവും. ശരിയാകാത്തൊന്നുമില്ല. അപ്പം ഈ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തണ്ട. നമ്മളെ ഉപ്പമാരും സഹോദരന്മാരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ വിരുദ്ധമായി തുണി എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക? അതാണ് ഇന്ന് തന്നെ ശരിയാക്കുക. ഇൻഷാ അല്ലാഹ് പറയും. ഇനി നാളെ ഞാൻ നിസ്കരിക്കാൻ വരുമ്പോൾ നോക്കും നിങ്ങൾ കെട്ടിക്കണോ കെട്ടിയില്ല. ആരെയും നല്ല ബെൽറ്റോ കയറോ നിങ്ങൾ കെട്ടിയാൽ മതി. ഒന്നും വിചാരിക്കണ്ട. ഞങ്ങളിൽ പെട്ട ഒരാളായിട്ട് കൂട്ടിയാൽ മതി. എന്നിട്ട് നമ്മളൊക്കെ ഒരുപോലെ നമ്മളെ കഫംപൂടെ നമ്മൾ ചുറ്റുമ്പോൾ ഇതേമാതിരി ആവണം. എങ്ങനെ? ഇടത്തുനിന്ന് വലത്തോട്ട് 3 പറയണി. ഇടത്തുനിന്ന് വലത്തോട്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. അപ്പോൾ ഒരു പുടവ ചുറ്റി. രണ്ടാമത്തെ പുടവ അതേമാതിരി തന്നെ ഇടത്തുനിന്ന് വലത്തോട്ട്. രണ്ടുമായി. മൂന്നാമത്തത് ഇടത്തുനിന്ന് വലത്തോട്ട്. ഒക്കെ ഒരേ മതി. അപ്പോൾ 3 എണ്ണം ചുറ്റി. ഞാനേക്കാ ബോറടിച്ചില്ലല്ലോ? ഇല്ല. കട്ടൻ ചായ എന്തായാലും വേണ്ടി വരും കേട്ടോ. ഇത് ഫ്ലാസ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ചായ. ഇതാണ് കഴിഞ്ഞേക്കുന്ന ചായയും ഒരു ചെറുകടിയും. ഇത് രസേക്കാരം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ തന്നെ ഉദ്ഘാടനം ചെയ്തോളി ഇൻഷാ അല്ലാഹ്. ആർക്കും ഏറ്റെടുക്കാം കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ നിന്റെ ഹബീബിന്റെ സുന്നത്തുകളാണ് പറയുന്നത്. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുന്നവരാണ് ഞങ്ങളെ നീ ഇഷ്ടപ്പെടൂലേ റഹ്മാനായ റബ്ബേ. ഞങ്ങളോട് നീ ദേഷ്യം കാണിക്കരുത് റഹ്മാനായ അല്ലാഹ്. ഞങ്ങളോട് നീ അലിവ് കാണിക്കണേ അല്ലാഹ്. തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് സുന്നത്തുകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അറിവില്ലായിട്ടല്ല, അറിഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അള്ളാഹുവെ, ഞങ്ങളെ ഉടയാടുകൾ വസ്ത്രങ്ങൾ ഉടുക്കുമ്പോൾ വലതിനെ മുന്തിക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശൈലിയാണ് ഞങ്ങൾ കഫം പുടയിൽ പറഞ്ഞത്. അതുപോലെ വസ്ത്രം ഉടുക്കാൻ കഴിയാത്ത ഉപ്പമാരുണ്ട്, സാധുക്കളാണ് റബ്ബെ. അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തത് നീ പുറത്തു തരണേ റഹ്മാനെ. ഒരു സുന്നത്തിനെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല അല്ലാഹ്, അതിനെ ജീവിപ്പിക്കാനാണ് നോക്കുന്നത് അല്ലാഹ്. നീ ഞങ്ങളെ മജ്ലിസിൽ നീ പൊരുത്തം നൽകണേ റഹ്മാനെ. ഇതിൽ പങ്കെടുത്തവരെ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളൊക്കെ മയ്യിത്തായി കിടക്കുന്ന നേരത്ത് ഞങ്ങളെ മേലെ പുതപ്പിട്ട് മൂടാൻ, വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു തരാൻ മറ്റൊരാളുകൾ വരുമ്പോൾ, അപ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യാത്തൊരു സുന്നത്തിനെ മറ്റൊരുത്തർ ഞങ്ങൾക്ക് ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത്.
അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ അല്ലാ. നിന്റെ നരകത്തിൽ ഞങ്ങളിട്ട് കരിക്കരുത് അല്ലാ. നരകത്തിനുള്ള വിറകുകളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. ഞങ്ങളെ ഉപ്പ, ഉമ്മ, സഹോദര സഹോദരിമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ, കുട്ടികൾ എല്ലാവർക്കും നീ ഖൈറുകൾ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് അതിന്റെ പണികൾ പൂർത്തിയാക്കാനുള്ള വഴികൾ നീ ഫത്ഹാക്കി തരണേ അല്ലാ. ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ നഗരങ്ങളിലും നീ ഖൈറുകളും ബറക്കത്തുകളും നിറക്കണേ അല്ലാ. ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആരോഗ്യത്തിന് യാതൊരു കേടും വരുത്തല്ല അല്ലാ. പെട്ടെന്ന് തളർന്നു പോകുന്ന രോഗം തരല്ല അല്ലാ. അറ്റാക്ക്, മരണം നൽകല്ല അല്ലാ. ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും എന്തൊക്കെ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വരുന്ന ബദർ മൗലിദിലേക്ക് ഭക്ഷണം ദാനമായി ഒരാൾ നിയ്യത്താക്കിയിട്ടുണ്ട്. അള്ളാഹുവെ, അദ്ദേഹത്തിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇന്ന് സ്ത്രീകളുടെ ക്ലാസ്സിലേക്ക് ചായ ഏറ്റവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്കും സംഭാവനകൾ ചെയ്തവർക്ക്, ചായ തന്നവർക്ക് നീ ഖൈറുകൾ നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين.